ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇഞ്ചിക്കറി. ഇന്ന് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? ദാ ഇങ്ങനെ ഇരിക്കുന്ന ഇഞ്ചി ഈ പരുവത്തിലെത്തിക്കാൻ ചില്ലറ പാടൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇഞ്ചിയുടെ കാരം ഒന്ന് കളഞ്ഞെടുക്കാം. അതിന് ദാ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഈ നീരെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് പറ്റിയൊരു ഹോം റെമഡിയും കൂടിയാണ്. മുഴുവൻ ഇഞ്ചിയുടെയും കാരം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. തേങ്ങ ചിരവിയതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളിയും ചെറുതായി എരിഞ്ഞ പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. ഈ ഇഞ്ചി ഒന്ന് വഴന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. അതിൻ്റെ നിറമൊന്ന് ചെറുതായി മാറി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയുടെ നിറം ഒന്ന് ചെറുതായി മാറി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റാം. കുറച്ച് സമയമെടുക്കും തേങ്ങയും ഇഞ്ചിയൊക്കെ ഈ ഒരു ടെക്സ്ചറിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് ഒരുപാട് നേരം ഒന്നും ഇളക്കണ്ട. മുളക് പൊടി ചേർത്ത് അല്പം കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ വറുത്ത തേങ്ങയും ഇഞ്ചിയും ഒക്കെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. തണുപ്പിക്കാൻ വെക്കാനാണ് കേട്ടോ അത്. ഇവിടെ ഞാൻ വലുപ്പത്തിലുള്ള വാളൻപുളി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതൊന്ന് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തിട്ട് ആ വെള്ളമാണ് നമ്മൾ പിന്നീട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ തേങ്ങയും ഇഞ്ചിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് പകർത്തിയിട്ട് നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കാം. ഞാനിവിടെ വെള്ളം തൊടാതെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി കറി റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് അരച്ചു വെച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വാളൻ പുളിയുടെ ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിക്കറിയുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് തിക്നെസ് കൂടിയത് കാരണം ഞാൻ കുറച്ചും കൂടെ പുളിവെള്ളവും ശർക്കര പാനിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നല്ലോണം അതിങ്ങനെ മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കടുകും ചേർത്ത്
ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ തീ അണച്ചിട്ട് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒരു അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.